പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ 4 പേരെ കണ്ടോ? ഈ 4 കഴിവറടാമ്മമാർ കാണിച്ച വലിയൊരു ചെറ്റത്തരം. അതായത് ഒരു മനുഷ്യൻ്റെ മുഖത്ത് മുളക് പൊടി വാരി എറിഞ്ഞിട്ട് അയാളെ ക്രൂരമായി മർദ്ദിച്ച ശേഷം 2.5 ലക്ഷം രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളന്മാരാണ് ഈ കാണുന്നവന്മാർ. എടാ, ഇന്ന് കൂലിപ്പണിക്ക് പോലും അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ആ കൂലിപ്പണി ചെയ്തുകൊണ്ട് വരുന്ന പണം കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ കട്ടും മോട്ടിച്ചും മാത്രമേ അങ്ങോട്ട് വയറ്റിലോട്ട് പോവത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവന്മാരെയൊക്കെ ജനം തിരിച്ചറിയണം. ഏതായാലും പോലീസ് പറയുന്ന ഇങ്ങനെയാണ്: ആറ്റിങ്ങലിൽ യുവാവിനെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി മുളക് പൊടി എറിഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതികളാണ് പിടിയിലായത്. ആയൂർ കോളച്ചിറ പുന്നവിള വീട്ടിൽ അഭിലാഷ്, ആറ്റിങ്ങൽ കടുവയിൽ കടമ്പാട്ടുകോണം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം വാവറവിള വീട്ടിൽ മഹിമോഹൻ, ആറ്റിങ്ങൽ വേളാർകുടി ഇരട്ടപ്പന ക്ഷേത്രത്തിന് സമീപം ശ്യാമാനിവാസിൽ ശരത്ത്, ആറ്റിങ്ങൽ രാമച്ചംവിള LP സ്കൂളിന് സമീപം മത്തിയോട് കിഴക്കങ്കര ചരുവിള വീട്ടിൽ അനൂപ് എന്നിവരാണ് ആറ്റിങ്ങൽ പോലീസിൻ്റെ പിടിയിലായത്. സെപ്റ്റംബർ 25 വൈകുന്നേരം 3:30 മണിയോടെയാണ് സംഭവം നടന്നത്. നഗരൂർ ആൽത്തറമോട് വള്ളിവിഹാർ വീട്ടിൽ സാജനെ പണയസ്വർണം വിൽക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി ഓട്ടോയിൽ കയറ്റി ആറ്റിങ്ങൽ രാമച്ചംവിള ബൈപ്പാസ് റോഡിൽ വെച്ച് കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതികളാണ് ഈ നിൽക്കുന്നവന്മാർ. ചിറയൻകീഴ് വലിയ കടയിൽ സ്വർണ്ണക്കട നടത്തുന്ന സാജനോട് പാങ്ങോടുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ പണയത്തിലിരിക്കുന്ന തൻ്റെ സുഹൃത്തിൻ്റെ സ്വർണം ഏറ്റെടുത്ത് ബാധ്യത ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അഭിലാഷ് സാജനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് സെപ്റ്റംബർ 24 വൈകുന്നേരം അഭിലാഷും സാജനും ചേർന്ന് പാങ്ങോടുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ എത്തുകയും ചെയ്തു. എന്നാൽ അന്ന് സമയം കഴിഞ്ഞതിനാൽ അവർ തിരികെ പോവുകയും പിറ്റേ ദിവസം അഭിലാഷ് ഏർപ്പെടുത്തിയ ഓട്ടോയിൽ സാജനെയും സുഹൃത്ത് ബിജുവിനെയും കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. സാജനിൽ നിന്നും പണം തട്ടണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച പ്രതികൾ വളരെ ആസൂത്രിതമായാണ് കാര്യങ്ങൾ ചെയ്തത്. ശരത്ത് ഓട്ടോറിക്ഷയുമായി എത്തി സാജനെയും സുഹൃത്ത് ബിജുവിനെയും കയറ്റിക്കൊണ്ടുപോയി. എന്നാൽ ഓട്ടോയുടെ പിറകുവശത്ത് മറ്റ് 2 പ്രതികൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. തുടർന്ന് ഓട്ടോ ആറ്റിങ്ങൽ രാമച്ചംവിള ബൈപ്പാസ് റോഡിൽ എത്തിയപ്പോൾ പ്രതികൾ കൂട്ടമായി ചേർന്ന് സാജനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മുഖത്ത് മുളകുപൊടി വിതറി ആക്രമിക്കുകയും ചെയ്തു. ഓട്ടോയിൽ നിന്ന് രക്ഷപ്പെടാൻ റോഡിലേക്ക് ചാടിയിറങ്ങിയ സാജനെ താഴെ വീണപ്പോൾ പ്രതികൾ കഴുത്തിലും കയ്യിലും കാലിലും മുഖത്തും പലതവണ ചവിട്ടുകയും റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും സാജൻ പണം സൂക്ഷിച്ചിരുന്ന കവറിൽ നിന്ന് 2.5 ലക്ഷം രൂപ പിടിച്ചു പറിച്ചെടുത്ത് കൊണ്ടുപോവുകയുമായിരുന്നു. ഏതായാലും ഒരു സഹായമെന്ന രീതിയിൽ അയാളെ സമീപിക്കുകയും പിന്നീട് അയാളെ വിളിച്ചു വരുത്തി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച ശേഷം കണ്ണിൽ മുളകുപൊടി വാരിയിട്ടിട്ട് ആ പണം അപഹരിച്ചു കൊണ്ടുപോയ ഈ കഴിവറടാമ്മമാരെ അങ്ങനെ തന്നെ പറയണം. ഇവന്മാരെയൊക്കെ ജനം തിരിച്ചറിയണം. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ എന്താ പറയുക, സഹായങ്ങളൊക്കെ ചോദിച്ച് പലരുടെ അടുത്ത് വന്നിട്ട് ഇമാതിരി പരിപാടി കാണിക്കുന്ന ഇവന്മാരെ ജനം തിരിച്ചറിയണം.